ഇടയ്ക്ക് ദീപക് ട്വിങ്കിൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾ മാത്രമല്ല അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. അദ്ദേഹം കണക്ക് നിരത്തിയാണ് പറഞ്ഞത്, സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് അത്തരത്തിൽ കൊല ചെയ്യപ്പെടേണ്ടി വരെ വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അഡ്വക്കേറ്റ് ദീപക്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ത്രീകളുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകളെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ പാർട്ട്ണർ എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർ സൈക്കോകളാകുമ്പോൾ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചർച്ച. എൻ്റെ ചോദ്യം ഇതാണ്, ഇത്തരത്തിൽ സൈക്കോകളാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ, ഏറ്റവും അടുത്ത് ഇടപഴകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ നമുക്കിതിൽ നിന്ന് ഒന്ന് മാറാൻ നിയമപരമായ വഴികളില്ലേ? തീർച്ചയായിട്ടും നിയമപരമായ വഴികൾ ഉണ്ട്. നിയമപരമായ വഴികൾ ആ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. ഒരു സൈക്കോയാണ് എന്റെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനും അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു ജീവിതം തുടങ്ങാനും ഈ നിയമം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. സമൂഹവും ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി സമൂഹം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് മനസ്സിലായത്. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു പുരുഷൻ അവന്റെ ഭാര്യ സൈക്കോയാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം പിറ്റേ ദിവസം അവൻ ഒരു സെപ്പറേറ്റ് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിയിൽ ഭാര്യയോ ഭാര്യയുടെ കാമുകനോ കൊല്ലും, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ അവൻ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം നേരിടേണ്ടി വരും. 498A സ്ത്രീ പീഡനം, ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ റിക്കവറി ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ്, മെയിൻ്റനൻസ് തുടങ്ങി ഒരു 15ഓളം കേസുകൾ ഫയൽ ചെയ്ത് അവനെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് കുത്തുവാളയെടുത്ത് അവൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇന്ത്യയിൽ ഒരു രക്തസാക്ഷിയാണ് അതുൽ ഘോഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ നിയമ നടപടികൾ നേരിട്ട് മടുത്ത അവസാനം അസുഖബാധിതനായി മരിച്ച അമ്മായിയപ്പന്റെ മരണം വരെ കൊലപാതകമാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അദ്ദേഹം കേസ് നടത്തി ജീവിതം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് 81 മിനിറ്റുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും 24ഓളം പേജുള്ള അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെക്കുകയും ഈ ആത്മഹത്യക്കുറിപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഉൾപ്പെടെ അയക്കുകയും ചെയ്തു. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കോലാഹലം ഉണ്ടാക്കി. ഈ പറയപ്പെടുന്ന ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചുവെങ്കിലും കുറച്ച് ദിവസത്തിന് ശേഷം അവർക്ക് ജാമ്യം കിട്ടുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഈ ഒരു, അതായത് ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അതായത് താങ്കൾ പറയുന്നത് വിവാഹ ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു മാരേജ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു അഴിയാക്കുരുക്കാണ് എന്നാണ്. അതാ, അഴിയാക്കുരുക്കല്ല, അവന്റെ അവസാനമാണ്. അവൻ ടോക്സിക് ആണെന്ന് വൈഫ് ടോക്സിക് ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ആ നിമിഷം തൊട്ട് അവന്റെ ഭൂമിയിലുള്ള ജീവിതത്തിന് എണ്ണം ഏർപ്പെടുത്തിയിരിക്കണം. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി അവൻ ഭൂമിയിൽ കാണുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആരതി അജയ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ആരതി, ഈ അതുല്യയുടെയും സതീഷിൻ്റെതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സൈക്കോ എന്നല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച് മരിച്ചവരിൽ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തത് അതുല്യയുടെ മരണമാണ്. അതിലെ സതീഷ് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ വരെ സഹിതം കണ്ടതാണ്. അപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അത് സ്വന്തമായിട്ട് കത്തി ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ്, ഞാനിപ്പോൾ ചാകുമെന്ന് പറഞ്ഞു. അതുപോലെ കസേര എടുത്തടിക്കാൻ പോവുക, ഒരു ഷമ്മി ലെവലിലേക്കൊക്കെ പോകുന്ന, ഇതൊക്കെ എങ്ങനെ സഹിച്ച് ഇത്രയും കാലം നമുക്കിങ്ങനെ തോന്നിപ്പോകുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ എത്രയോ തവണ ഇങ്ങനെ ഡിവോഴ്സിന് വക്കിലെത്തിയിട്ടും പിന്നെയും അയ്യോ സതീഷ് ശരിയായിക്കോളും എന്ന് എങ്ങനെയാണ് ഈ അതുല്യക്ക് തോന്നിയതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതില് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം അഡ്വക്കേറ്റ് ദീപക് സാർ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് റിക്കോർഡിക്കലി 1,26,000 എന്നുള്ള വാക്കാണ്. അപ്പോ റിക്കോർഡിക്കലി അല്ലാതെ പെട്ടുപോയ എത്രയോ ലക്ഷങ്ങൾ വേറെ സ്ത്രീകൾ, പെൺകുട്ടികൾ അപ്പുറത്തെ സൈഡിലുണ്ട് എന്നുള്ളതൊരു വലിയ ചിന്തിക്കേണ്ടതും. I have never interpreted in you. Let me complete. അപ്പോ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഒരു ടോക്സിക് വൈഫിനെ സഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷനോടും അവന്റെ അമ്മയോ അച്ഛനോ സഹോദരിയോ സഹോദരനോ ആരും പോട്ടെ, സാരമില്ല, ക്ഷമിക്ക്, നന്നാകും, ഒരു ചാൻസ് കൂടി കൊടുക്കൂ, ഇത്തരം ഉപദേശങ്ങളെല്ലാം ഒരു പുരുഷനും അനുഭവിക്കേണ്ടി വരാറില്ല, കേൾക്കേണ്ടി വരാറില്ല. ഇതെല്ലാം കേൾക്കുന്നതും സഹിക്കേണ്ടി വരുന്നതും സ്ത്രീയാണ് എന്നോ ഒരിക്കൽ ആരോ കുറിച്ചു വെച്ച സഹനത്തിന്റെ മൂർത്തിമുദ്ഭാവം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളിലേക്ക് ഇതെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ നന്നാവും. ഇപ്പോൾ സതീഷ് നന്നാക്കും എന്ന് ഓർത്ത് അതുല്യ എത്ര കാലമാണ് ജീവിച്ചത്?
ഇപ്പൊ ടോക്സിക് ആണ്, നാർസിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ സൈക്കോയാണ് എന്നുള്ളത് പുറത്ത് എന്റെ മകൻ ഇങ്ങനെയാണ് എന്നറിയുന്നത് നാണക്കേടാകുന്ന പേരൻസ് ആണുള്ളത്. അപ്പോ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോ അവൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അതിൽ നിന്നും പുറത്തു വരാൻ, ഇപ്പൊ ദീപക് സർ തന്നെ പറഞ്ഞു, അവളുടെ അല്ലെങ്കിൽ അവന്റെ പേരൻസ് അവരാണ് അത്. ഒരു കുട്ടിക്ക് അവളുടെ ഫാമിലിയിലാണ് സപ്പോർട്ട് കിട്ടേണ്ടത്. അത് നമ്മുടെ സമൂഹത്തിൽ എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. ലോകത്ത് ഇപ്പോൾ അതുല്യ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ സതീഷിലെ ഏറ്റവും നല്ല മനുഷ്യനെയും അതുല്യയിലെ ഏറ്റവും മോശമായ സ്ത്രീയെയും നമ്മൾ കണ്ടേനെ. പക്ഷെ ഇപ്പൊ അതുല്യ ആത്മഹത്യ ചെയ്തതുകൊണ്ട് അതുല്യയിലെ ഓക്കെ സഹനശക്തിയുള്ള പെണ്ണായി, അവള് സഹിച്ചു, ഗതി കെട്ടപ്പോ ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടി അതിൽ നിന്നും പുറത്തു വരികയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അവളെ ഇങ്ങനെ ആയിരുന്നില്ല ഈ സമൂഹം കണക്കാക്കുക, അവളെ ഇങ്ങനെ ആയിരിക്കില്ല ഈ സമൂഹം ചിന്തിക്കുക, അവളെ ഇങ്ങനെ ആയിരിക്കില്ല ഈ സമൂഹം പറയുക. അപ്പൊ അവള് ഇത്രയും നാളും സഹിച്ചില്ലേ? 19 വർഷം സഹിക്കാമെങ്കിൽ പിന്നെ എന്തായിരുന്നു അവൾക്ക് കുറച്ചു കാലം കൂടി അവനെ നന്നാക്കാമായിരുന്നില്ലേ? 11 വർഷം അല്ലെ? ഞാൻ ചോദിക്കുന്നത്, ഈ കൗൺസിലിങ്ങിന് വന്നിട്ട് പിന്നെ ഈ കൗൺസിലിങ്ങിന് വന്നപ്പോ നിങ്ങൾ എല്ലാം സെറ്റായി വീട്ടിൽ പോകണം, ഇനി ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കൗൺസിലിങ്ങിൽ എന്താ അപ്പൊ നടക്കുന്നത്? ഈ സഹനം പഠിപ്പിക്കലാണോ? ഈ സഹനം പിടിപ്പിക്കലാണോ എന്ന് ചോദിച്ചാൽ കൗൺസിലർക്ക് ഇപ്പോ അവരോട് ഉപദേശിച്ച് അല്ലെങ്കിൽ അവരെടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞ് കൗൺസിലർക്ക് ഒരു പരിമിതിയുണ്ട്. സം പേഴ്സൺസ് ആർ ബിയോണ്ട് കൗൺസിലിംഗ് ആണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ എത്രമാത്രം കൗൺസിലിംഗിൽ നേരെയാക്കാൻ പറ്റും, എത്രമാത്രം ഒരാൾക്ക് നേരെ അവരിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് നല്ലത്. ഇപ്പൊ നമ്മള് നാർസിസ്റ്റിക് പേഴ്സൺസിൽ നിന്നും സൈക്കോകളിലെക്കാട്ടിലും കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരാൾക്കാരാണ് ഈ നാർസിസ്റ്റിക്സുകൾ. അവരെയൊക്കെ സഹിക്കുക എന്നുള്ളതിൽ നല്ലത് അവരിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ അവരിൽ നിന്നുള്ള രക്ഷപ്പെടലായിട്ട് ഒരിക്കലും മരണത്തെ ചൂസ് ചെയ്യാതെ അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എത്ര പെൺകുട്ടികളെ ആയാലും, അതിപ്പോ ദീപക് സാറ് പറഞ്ഞതുപോലെ 1% പുരുഷന്മാരുണ്ട് എന്ന് പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ 1% പുരുഷന്മാരെ ആണെങ്കിലും സ്വന്തം വീട്ടില് അവർക്ക് എന്നും ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ കെട്ടിച്ചു വിട്ട വീട്ടില് അതിഥിയാണ് അവർ, സ്വന്തം വീട്ടിലും അതിഥിയാണ്. ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് പെൺകുട്ടികൾക്ക് ഇത്രമാത്രം സഫർ ചെയ്യേണ്ടി വരുന്നത്. കല്യാണം കഴിച്ചാൽ മോളെ നീ ഓക്കെ ആണോ, അവിടെ ഓക്കെ ആണോ, അല്ലെങ്കിൽ മകനെ നീ അവളുടെ കൂടെ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എത്ര പേരൻസ് തിരക്കുന്നുണ്ട്. തിരക്കി അവിടെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഇത്രയും പേരെ അറിയിച്ച് നടത്തിയ കല്യാണമല്ലേ, ഇത്രയും പൈസ ചെലവഴിച്ച് നടത്തിയ കല്യാണമല്ലേ, അതൊക്കെ എങ്ങനെ മാറ്റാൻ മറ്റൊരു വിഷയം. അവിടെയാണ് മറ്റൊരു വിഷയം. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ അഡ്വക്കേറ്റ് ദീപക് ടിങ്കിളിലേക്ക് ഒരിക്കൽ കൂടി വീണു. താങ്കൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് പറയൂ. ഞാൻ പറഞ്ഞത് ആരതി പറഞ്ഞതുപോലെ 1,26,000 റെക്കോർഡിക്കലാണ്. അതിൽ കൂടുതൽ എത്രയോ സ്ത്രീകൾ സഹിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് 1,57,000 എന്ന് പറയുന്ന ഇതും റെക്കോർഡിക്കലാണ്. ഇതിനേക്കാളും ഇരട്ടികളാണ് പുരുഷന്മാർ അനുഭവിക്കുന്നത്. അത് മാത്രമല്ല സ്ത്രീകളുടെ മിക്കവാറും റെക്കോർഡ്സുകൾ ഏറെക്കുറെ കറക്റ്റ്. പക്ഷെ ഈ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഇതാണെന്ന് പോലും തിരിച്ചറിയപ്പെടാതെ എത്രയോ പുരുഷന്മാർ ഒന്നും മിണ്ടാതെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. കൗൺസിലിങ്ങിന് ഞാൻ ധാരാളം പോയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായത് കൗൺസിലിംഗിൽ നടക്കുന്നത് ബാർഗെയിനിങ് ആണ്. ആണുങ്ങളെ പേടിപ്പിച്ച് നീ ഇത്ര ലക്ഷം രൂപ കൊടുത്തോ, അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഒരുപാട് കേസ് വരും എന്ന് പറഞ്ഞ് ആണുങ്ങളെ പേടിപ്പിച്ച് പൈസ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് നടക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതിയുടെയൊക്കെ പിന്നെ ലൈവ് സ്ട്രീമിംഗിൽ നമ്മൾ ഈ ബാർഗെയിനിങ് കാണുന്നുണ്ട്. ജഡ്ജ്